നടക്കൂല. അതുകൊണ്ട് മനുഷ്യന് ഒരു കാര്യവും ജന്മന വിവരമില്ല. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ പഠിച്ചുണ്ടാക്കുന്നതാണ്. എങ്കിൽ കുടുംബജീവിതം നമ്മളാരും പഠിച്ചതുമില്ല, നമ്മളാരും പഠിപ്പിച്ചതുമില്ല. ആദം വല്ലിപ്പാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ്, ചെയ്യപ്പെട്ടു പോന്നിരുന്നതാണ്. പക്ഷേ കാലക്രമേണ ഈ വിദ്യാഭ്യാസം പോന്നിരുന്നതാണ്. പക്ഷേ കാലക്രമേണ ഈ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയി. അതിനൊരുപാട് കാരണങ്ങളുണ്ട് നഷ്ടപ്പെടാൻ. ഇസ്ലാമിൻ്റെ കുടുംബ കാഴ്ചപ്പാടും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ കുടുംബ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാമിൻ്റെ കുടുംബ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ആദം നബിയും ഹവ്വാ ബീവിയിൽ നിന്നും തുടങ്ങുന്നതാണ്. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഫാമിലി എന്ന കാഴ്ചപ്പാട് മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് തുടങ്ങുന്നതാണ്. അങ്ങനെ പിന്നീടത് കാലക്രമേണ മനുഷ്യനായി രൂപം മാറി. ആ മനുഷ്യന്മാർ ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്നവരായിരുന്നു എന്നാണ് സോഷ്യോളജി പറയുന്നത്. ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ സഞ്ചാരികളായിരുന്നു ആദിമ മനുഷ്യന്മാർ, യാത്രക്കാരാണ്. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ചെല്ലും, അവിടെയുള്ള മൃഗങ്ങളെ കൊന്നു തിന്നും, അവിടെയുള്ള കായ്ക്കനികൾ പറിച്ചു തിന്നും അവർ ജീവിക്കും. വിഭവങ്ങൾ കുറയുമ്പോൾ അടുത്ത നാട്ടിലേക്ക് പോകും, പിന്നെ അവർ അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ മനുഷ്യൻ ജീവിച്ചു. മനുഷ്യന്റെ എണ്ണം ഇങ്ങനെ കൂടി വരികയും വിഭവങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തപ്പോൾ പരസ്പരം സഹകരിച്ച് ജീവിച്ചു. അങ്ങനെ കുടുംബങ്ങളുണ്ടായി. ആ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൻ്റെ രണ്ടാമത്തേലെ പെൺകുട്ടിയെയും രണ്ടാമത്തേലെ ആൺകുട്ടി ആദ്യത്തേലെ പെൺകുട്ടിയെയും കല്യാണം കഴിച്ചു. അവർക്ക് വീണ്ടും മക്കളുണ്ടായി. അങ്ങനെ ഉണ്ടായി അങ്ങനെ വന്ന് ലോകത്ത് മനുഷ്യന്മാരുണ്ടായി എന്നാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് ആ ചിമ്പാൻസി നമ്മളെ വാപ്പല്ല. ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മുടെ കാഴ്ചപ്പാട്. ഈ സാമൂഹ്യ ശാസ്ത്രം പഠിച്ചാൽ സ്വാഭാവികമായിട്ടും വിവാഹത്തോട് എതിർപ്പുണ്ടാവുമല്ലോ. പുതിയ തലമുറക്ക് മാഷ് പറഞ്ഞമാതിരി വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് പിന്നെ ഒരു പരിധി വരെ കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരികയാണ്. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതിന് കുറേ കാരണമുണ്ട്. വള വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണ്, കൈച്ചേന് വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണല്ലോ. കല്യാണം അത് പോകണ്ടെന്നാ പറയാ. എന്താ കാര്യം? ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി, നിക്കാഹ് ഇബാദത്താണ്.